കോഴിക്കോട് പുതിയപ്പ ഹാർബറിൽ കോടികൾ മുടക്കി നിർമ്മിച്ച മാലിന്യ സംസ്കരണ പ്ലാന്റ് നാശത്തിന്റെ വക്കിൽ. നഗരസഭ നിർമ്മിച്ച പ്ലാന്റാണ് മത്സ്യത്തൊഴിലാളികൾക്ക് പ്രയോജനമില്ലാതെ അനാഥമായി കിടക്കുന്നത്. മത്സ്യാവശിഷ്ടങ്ങളുടെ സംസ്കരണത്തിനായി നഗരസഭ നിർമ്മിച്ച ബയോഗ്യാസ് പ്ലാന്റാണ് ഉപയോഗശൂന്യമായി കിടക്കുന്നത്. കോടികൾ ചെലവാക്കി പ്ലാന്റ് നിർമ്മിച്ച് വർഷം 6 കഴിഞ്ഞെങ്കിലും അധികൃതർ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയാണ്. ഈ ബയോഗ്യാസ് പ്ലാന്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 6 വർഷം മുന്നേ കോടികൾ ചെലവായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷേ ഇപ്പം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഉപകാരങ്ങൾ ജനങ്ങൾക്ക് യാതൊരു തരത്തിലും കിട്ടിയിട്ടില്ല. ഇപ്പം എന്ന് പറഞ്ഞാൽ അവിടെ മുള്ളംപന്നികൾ, പെരുമ്പാമ്പുകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ആവാസ കേന്ദ്രം മാത്രമായിട്ട് മാറിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. കാരണം ഇതിൻ്റെ ഒരു ഗുണം സാധാരണ ജനങ്ങൾക്ക് ഒരു 10 പൈസയുടെ ഗുണം നമുക്ക് കിട്ടിയില്ല. പ്ലാന്റിനായി കൊണ്ടുവന്ന ലക്ഷങ്ങൾ വിലമതിക്കുന്ന യന്ത്രങ്ങളും അനുബന്ധ ഉപകരണങ്ങളും തുരുമ്പെടുത്ത് നശിക്കുകയാണ്. അത് ഉണ്ടാക്കി അങ്ങനെ തന്നെ, പിന്നെ അതിനകത്ത് ഒന്നും നടന്നിട്ടില്ല. അത് കണ്ടമായിരുന്നുണ്ട്, ഇപ്പൊ കാട് പിടിച്ച് കൊടുക്കുകയാണ്. മത്സ്യത്തൊഴിലാളികൾക്കും പ്രദേശവാസികൾക്കും ഒരുപോലെ ഉപകാരപ്രദമായ സംസ്കരണ പ്ലാന്റാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത്. കാടുമൂടി കിടക്കുന്ന പ്ലാന്റും പരിസര പ്രദേശങ്ങളും പാമ്പ് ഉൾപ്പെടെയുള്ള ഇഴജന്തുക്കളുടെ വിഹാര കേന്ദ്രമാണ്. സാമൂഹ്യ വിരുദ്ധരും ഇവിടം താവളമായി മാറ്റുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ പ്ലാന്റ് തുറന്ന് പ്രവർത്തിക്കാനുള്ള ഇടപെടൽ നഗരസഭയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നാണ് ഉയരുന്ന ആവശ്യം. ജനം, കോഴിക്കോട്.